അന്ന് നവജാത ശിശു പിറന്നാൽ അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ബോക്സും ഒന്നും ആയിട്ടല്ല. ചെന്നാൽ ആദ്യം അമ്മമാർ ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും. ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ച ആളാണെന്നറിയുമോ? ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. ചേച്ചിമാരുടെ, ചേടത്തിമാരുടെ, ഉമ്മമാരുടെ ഒരുപാട് പാല് കുടിച്ച ഒരു ശിശുവാണ് ഞാൻ അവിടെ ജനിച്ചവനാണ്. സഹോദരങ്ങളെ, ആകെ ചെയ്യുന്ന അതാണ്. സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, പാല് കൊടുക്കും. ആ അമ്മിഞ്ചപ്പാൽ കൊടുക്കുമ്പോൾ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട്. കുഞ്ഞേ, ഞാനും നിൻ്റെ അമ്മയാണ്, എൻ്റെ മക്കൾ നിൻ്റെ സഹോദരങ്ങളാണ്. നീ വളർന്നു വരുമ്പോൾ എൻ്റെ മക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം. അവർ നിന്നെ സഹായിക്കും, ഏതാപത്തിലും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു. 50-60കളിൽ ഞാൻ 1958 ജനിച്ചയാളാണ്. അന്ന് പ്രകൃതിയും മനുഷ്യരും തമ്മിൽ ഇഴചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഞങ്ങളുടെ അലാറം കോഴികളുടെ കൂവലും ചീവീടുകളുടെ കരച്ചിലുമൊക്കെ ആയിരുന്നു. വാച്ചോ ക്ലോക്കോ ടൈം പീസോ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആ നാട്ടിൽ ആദ്യമായി ഒരു റേഡിയോ വാങ്ങുന്ന എൻ്റെ വാപ്പയാണ്. തമിഴ്നാട് കമ്പത്ത് പോയി ഒരു ഫിലിപ്സിൻ്റെ റേഡിയോ വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ റേഡിയോയിലൊന്ന് ട്യൂൺ ചെയ്താൽ സിലോൺ, അന്ന് സിലോണാണ്, ശ്രീലങ്കയല്ല, കൊളംബോ സ്റ്റേഷൻ കിട്ടും. കൊളംബോ സ്റ്റേഷനിലെ ബാങ്ക് വിളി കേട്ടിട്ടാണ് ഞങ്ങൾ റമദാനിൽ നോമ്പ് മുറിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാണ് അറിയുന്നത്, കൊളംബോയിൽ സൂര്യൻ അസ്തമിച്ച് പിന്നെയും 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ സൂര്യൻ അസ്തമിക്കുക. ഞങ്ങളുടെ നോമ്പൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ, സ്വീകരിക്കട്ടെ എന്നല്ലാതെ, കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് എത്രയോ കാലം ഞങ്ങൾ സിലോണിലെ ബാങ്ക് കേട്ട് നോമ്പ് മുറിച്ചിരുന്നത്. സഹോദരങ്ങളെ, അന്ന് മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സൗഹാർദ്ദവും അങ്ങേയറ്റമായിരുന്നു. അങ്ങനെയല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ലായിരുന്നു. പണക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, പാവങ്ങളും ഇടത്തരക്കാരും മാത്രമായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മ രാവിലെ പാത്രം തേച്ച് മെഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഴക്കിലെ, ഞാൻ പറഞ്ഞില്ലേ, ചേർത്തലക്കാരൻ ഉണ്ണി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി ചേച്ചി വരും. ഉമ്മ ഒരല്പം തീ തരാമോ എന്ന് ചോദിക്കും. ഒരു മടിയും കൂടാതെ എഴുന്നേറ്റ് ഉമ്മ പോയി കൈ കഴുകി ഉടുത്തിരിക്കുന്ന തുണിയുടെ അഗ്രത്തിൽ തുടച്ച് വൃത്തിയാക്കി വിറക് പുരയിൽ പോയി തൊണ്ടെടുത്തുകൊണ്ട് വന്ന് അടുപ്പിൽ നിന്ന് കനൽ കോരിയിട്ട് ജാനകി ചേച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇന്നത്തെ പിള്ളേർക്ക് വിശ്വസിക്കാമോ? തീ കടം മേടിക്കുന്ന ഒരു കാലം. ഒരു തീപ്പെട്ടി വാങ്ങാൻ, ഒരു സിഗാർ ലൈറ്റർ വാങ്ങാൻ മൈലുകൾ യാത്ര ചെയ്യണം. തീ കടം വാങ്ങുമായിരുന്നു. തേങ്ങയുടെ തൊണ്ടിൽ കനൽക്കട്ടയിട്ട് കൊടുക്കുമ്പോൾ അവിടെ ജ്വലിക്കുന്നത് തീ മാത്രമായിരുന്നില്ല, സ്നേഹം കൂടിയായിരുന്നു. ഉമ്മ പാടുപെട്ട് തീയൊക്കെ കോരിക്കൊണ്ട് വരുമ്പോൾ ഉമ്മ ബാക്കി വെച്ചിട്ട് പോയ കരിക്കലൊക്കെ ജാനകി ചേച്ചി കഴുകി വൃത്തിയാക്കി കമഴ്ത്തി വെച്ചിരിക്കും. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. സഹോദരങ്ങളെ, പരസ്പരം കൊടുക്കലിൻ്റെ, വാങ്ങലിൻ്റെ, സഹകരണത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ ഒരു കാലം. ആ കാലം ഞാനിങ്ങനെ ഓർമ്മിച്ച് പോവുകയാണ്. ഒരു ഗ്ലാസ് പഞ്ചസാര, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കടം വാങ്ങുന്നതാണ് ഒരു ഗ്ലാസ് പഞ്ചസാര, ഇത്തിരി കാപ്പിപ്പൊടി, 2 തുടം വെളിച്ചെണ്ണ, ഒരു വിളക്കിൽ കത്തിക്കാനാവുന്ന വിളക്കിൻ്റെ എണ്ണ, മണ്ണെണ്ണ, ഒരു ചിരട്ടയിൽ അല്പം ഉപ്പ്,
5 തീപ്പെട്ടിക്കൊള്ളി കടം വാങ്ങുന്നതാണ്. ഉറയൊഴിക്കാൻ അല്പം മോര്. ഇതൊക്കെ പരസ്പരം കൊടുക്കാത്തതും വാങ്ങാത്ത ഒരു വീട്ടുകാരും അന്ന് ഉണ്ടായിരുന്നില്ല. അല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു അന്ന്. അപ്രതീക്ഷിതമായിട്ട് വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നാൽ വീടിൻ്റെ പരിയാമ്പുറത്തുകൂടി, പുതിയ പിള്ളേരൊക്കെ ശ്രദ്ധിച്ചോളണം, പരിയാമ്പുറം, ആ വാക്കുകളൊക്കെ ഇന്ന് തീർന്നു പോയിരിക്കുകയാണ്. വീടിൻ്റെ പരിയാമ്പുറത്തു കൂടി പോയി അടുത്ത വീട്ടിൽ ചെന്ന് ഒരു പശുവിനെയോ ആടിനെയോ പീച്ചി, അന്ന് പീച്ചി എന്നാണ് പറയുക, അല്പം പാലെടുത്തുകൊണ്ട് വരും. ആ വീട്ടിലുള്ള ചോറോ കറിയോ ഒക്കെ കൊണ്ടുവന്ന് അതിഥിക്ക് കൊടുക്കും. ഇതൊക്കെ എല്ലാ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്ന കാലമായിരുന്നു. 2 മുരിങ്ങക്കായോ 1 കുമ്പളങ്ങായോ മത്തങ്ങായോ 4-5 കാന്താരി മുളകോ അടുത്ത പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. വടക്കുള്ള ശാമുവേലിൻ്റെ കെട്ടിയോൾ പെണ്ണമ്മച്ചേടത്തി അവർ വരും. തല ചൊറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മാരെടുത്ത് വന്നിട്ട് പറയും, ഉമ്മ, മോളെ കെട്ടിച്ച വീട് വരെ ഒന്ന് പോകണമായിരുന്നു, ഈ കഴുത്തും തുറന്നിട്ട് എങ്ങനെയാ പോവുക? ഒരു മടിയും കൂടാതെ എൻ്റെ ഉമ്മ ആകെയുള്ള താലിമാല ഊരി അതിൽ നിന്ന് താലി ഊരി മാറ്റിയിട്ട് മാല കൊടുത്തു വിടും. തിരിച്ചിങ്ങോട്ടും ഞങ്ങളും എൻ്റെ ഉമ്മ അവിടെ നിന്നും മേടിക്കാറുണ്ട്. എല്ലാ വീടുകളിലും സ്ത്രീകൾ അന്യോന്യം സ്വർണം ഇരവ് വാങ്ങി അണിഞ്ഞു പോകുമായിരുന്നു. സ്വർണം മാത്രമല്ല, സാരി, ബ്ലൗസ്, 2ാം മുണ്ട്, കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഒക്കെ പരസ്പരം ഇരവ് വാങ്ങും, പങ്കുവയ്ക്കുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത് 10ാം ക്ലാസ് വരെ മിക്സഡ് ക്ലാസ്സിലാണ്, പെൺകുട്ടികളും ഉണ്ട്. ആകെയുള്ള ഞങ്ങൾക്കൊക്കെയുള്ള 1-2 ഷർട്ടാണ് പിഞ്ഞി പോകാറായത്. പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടി, കൂടുതൽ ഷർട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ ഷർട്ട് മേടിച്ചിടും. വീട്ടിൽ നിട്ടുകൊണ്ട് വരുന്ന ഷർട്ട് വഴിയിൽ വെച്ച് അന്യോന്യം ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷർട്ട് ഊരി മാറ്റി ഇട്ടുകൊണ്ട് പോകും. വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ഷർട്ട് തിരിച്ചു വാങ്ങി അണിഞ്ഞുകൊണ്ട് പോകും. ഹൈജീൻ എന്നൊരു പദം അന്ന് ഞങ്ങളുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. ഒരു കൊറോണയും വന്നില്ല അന്ന്. ശരിക്കും മനസ്സിലാക്കണം, കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ അകലത്തിൽ കഴിഞ്ഞില്ലേ? മറ്റൊരാൾ ഉപയോഗിച്ച സോപ്പോ തോർത്തോ വസ്ത്രമോ ഒന്നും തൊടാൻ പാടില്ല എന്നല്ലേ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കുക. ഞങ്ങളൊക്കെ ഇരവ് വാങ്ങി അണിഞ്ഞവരാണ്. കൂട്ടുകാരുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ. അതാണ് ജോയിയുടെ ഷർട്ട്, അർജുൻ്റെ ഷർട്ട്, അവരൊക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അർജുൻ ഇന്ന് ഇടുക്കി DCC സെക്രട്ടറിയാണ്. എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ ചോദിച്ചു നോക്കുക ഞങ്ങളുടെ സ്നേഹം പങ്കുവെച്ച പഴയ കഥകൾ. സഹോദരങ്ങളെ, ഇങ്ങനെ ഉടുപ്പുകൾ അന്യോന്യം, കുപ്പായങ്ങളും സാരിയൊക്കെ സ്ത്രീകളും ഇരവ് വാങ്ങിക്കൊടുക്കും. ആവശ്യം കഴിഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴുകി മടക്കി തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരു വൈമനസ്യമില്ലാതെ മേടിക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ പുരമേയൽ പുല്ലിൻ്റെ പുരയാണ്. പുതിയ മക്കൾ വല്ലതും കണ്ടിട്ടുണ്ടോ പുല്ലിൻ്റെ പുര? വർഷത്തിൽ 1 പ്രാവശ്യം മേയണം, ഇല്ലെങ്കിൽ ചോർന്നൊലിക്കും. പുരമേയാൻ ആരെയും ജോലിക്കാരെ വിളിക്കില്ല. അയൽക്കാർ പരസ്പരം കൂടിച്ചേർന്നാണ് പുരമേയുക. അന്ന് പുരമേയുന്ന ദിവസം എൻ്റെ വാപ്പ ഞങ്ങളെ വിളിച്ചിട്ട്, മക്കളെ വിളിച്ചിട്ട് ചിരട്ടയിൽ ശർക്കര കലക്കി, മക്കളെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ധരിച്ചിരുന്നത് എന്തോ മന്ത്രവാദമാണെന്നാണ്. ചിരട്ടയിൽ ശർക്കര കലക്കി വീടിൻ്റെ നാനാഭാഗത്തും കൊണ്ടുപോയി വയ്ക്കുക. വളർന്നപ്പോഴാണ് മനസ്സിലായത്, പുല്ല് മേയുന്ന ദിവസം ഒരുപാട് പ്രാണികളും ഉറുമ്പുകളും, അവയ്ക്ക് ഭക്ഷണം നഷ്ടപ്പെടും, സ്വാഭാവിക ഭക്ഷണം. അത് നികത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചിരട്ടയിൽ ശർക്കര കലക്കി ഞങ്ങളെ കൊണ്ടുപോയി വെപ്പിച്ചിരുന്നത്. പ്രാണികളെ സ്നേഹിച്ചിരുന്ന, പുഴുക്കളെ സ്നേഹിച്ചിരുന്ന, എറുമ്പുകളെ മറക്കാത്ത ഒരു കാലഘട്ടം. ഞങ്ങളുടെയൊക്കെ ആ ചെറുപ്പകാലം എത്ര സുന്ദരമായിരുന്നു സഹോദരങ്ങളെ. ഞങ്ങൾക്ക് 5 ഏക്കർ പറമ്പുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ചക്കയും മാങ്ങയും എന്തെല്ലാം തരത്തിലുള്ള പ്ലാവും മാവും.
ഞങ്ങൾ മാങ്ങ ഒക്കെ പറിച്ചെടുക്കും. വാപ്പ പറയും, മക്കളെ കുറച്ചെണ്ണം നിർത്തിയേക്കണം, എല്ലാം പറിച്ചെടുത്ത് കളയരുത്. ആ ചക്കയും മാങ്ങയും കശുവണ്ടിയൊക്കെ അണ്ണാനും കാക്കയ്ക്കും തത്തയ്ക്കും മൃഗങ്ങൾക്കുമൊക്കെ ഉള്ളതാണ്. നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം മനുഷ്യർ മാത്രം പോരാ, മൃഗങ്ങളും പ്രാണികളും പറവകളും ജീവിച്ചിരിക്കണമെന്ന് കരുതിയിരുന്ന കാരണവന്മാരുടെ ഒരു കാലഘട്ടം. അന്ന് നവജാത ശിശു പിറന്നാൽ, അയൽവക്കത്ത് പ്രസവിച്ചാൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ കാലം പോലെ ഗിഫ്റ്റ് ബോക്സും ഒന്നും ആയിട്ടല്ല. ചെന്നാൽ ആദ്യം അമ്മമാർ ചെയ്യുന്നത് കുപ്പായം ഉയർത്തി ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പാല് കൊടുക്കും. ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ ഞാൻ എത്ര പേരുടെ പാല് കുടിച്ച ആളാണെന്നറിയുമോ? ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. ചേച്ചിമാരുടെ, ചേടത്തിമാരുടെ, ഉമ്മമാരുടെ ഒരുപാട് പാല് കുടിച്ച ഒരു ശിശുവാണ് ഞാൻ അവിടെ ജനിച്ചവനാണ്. സഹോദരങ്ങളെ, ആകെ ചെയ്യുന്ന അതാണ്. സമ്മാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, പാല് കൊടുക്കും. ആ അമ്മിഞ്ചപ്പാൽ കൊടുക്കുമ്പോൾ ആ മാതാവ് ഒരു വലിയ സന്ദേശം ആ കുട്ടിക്ക് കൈമാറുന്നുണ്ട്. കുഞ്ഞേ, ഞാനും നിൻ്റെ അമ്മയാണ്, എൻ്റെ മക്കൾ നിൻ്റെ സഹോദരങ്ങളാണ്. നീ വളർന്നു വരുമ്പോൾ എൻ്റെ മക്കളെ സ്നേഹിക്കണം, അനുസരിക്കണം. അവർ നിന്നെ സഹായിക്കും, ഏതാപത്തിലും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വലിയ സന്ദേശം ആ മുലയൂട്ടലിലൂടെ അമ്മമാർ കൈമാറുമായിരുന്നു. കൗമാരം വരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് കളിക്കുക, കുളിക്കുക. തോട്ടിൽ പോയി കുളിക്കും, വിറക് ശേഖരിക്കാൻ പോകും, പശുവിന് പുല്ല് ശേഖരിക്കാൻ പോകും, ഓണത്തിന് ഊഞ്ഞാല് കെട്ടാൻ വള്ളിയെടുക്കാൻ പോകും, പൂക്കൾ ശേഖരിക്കാൻ പോകും. അന്നീ പറയുന്ന ലിംഗവ്യത്യാസമൊന്നും ഞങ്ങൾ അനുഭവിച്ചിരുന്നില്ല. അശ്ലീലമായ ഒരു ദർശനമോ സ്പർശനമോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ, കുട്ടികൾ തമ്മിൽ. ശാമുവൽ ചേട്ടൻ്റെ മകൾ, പെണ്ണമ്പച്ചേടത്തിയുടെ മകൾ ലിസി, ഞാനാണ് 10ാം ക്ലാസ് വരെ അവളുടെ രക്ഷകർത്താവ്. എൻ്റെ കൂടെയാണ് വിടുന്നത്. ഞാനവിടെ ചെല്ലുമ്പോൾ പെണ്ണമ്മച്ചേടത്തി എന്നെ വിളിച്ച്, ഇവിടെ വാടാ, ഈ തണുപ്പാണ്, ഹൈറേഞ്ചല്ലേ, കൊടും തണുപ്പാണ്, കുളിക്കുകയൊന്നുമില്ല ആരും. എന്നെ അടുത്ത് വിളിച്ച് മുരിഞ്ഞിരിക്കുന്ന കാല് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നിക്കറിൻ്റെ താഴെ മുട്ടിൻ്റെ മടക്കുകളിലും കണങ്കാലിലുമൊക്കെ എണ്ണ തേച്ച് ലിസിയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വിടുമായിരുന്നു. 10ാം ക്ലാസ് വരെ ലിസിയെ നോക്കിയ ഞാനാണ്. മനുഷ്യവാസമിൽ മനുഷ്യരില്ലാത്ത കാടുകളിലും പാറകളിലൂടെയൊക്കെയാണ് പോവുക. വണ്ടിയിൽ ഒരൊറ്റ വാഹനം വന്നില്ല ഞങ്ങളുടെ നാട്ടിൽ. ഒരരുതാത്ത സ്പർശനം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദർശനം, ഒരു അശ്ലീലം നോക്കിയിട്ടില്ല, തോന്നിയിട്ടില്ല. വിശുദ്ധമായ കാലഘട്ടം, വിശുദ്ധമായ കൗമാരം. ഞാൻ പാളയം പള്ളിയിൽ ഇമാമായപ്പോൾ ഒരിക്കൽ പോയി. എവിടെ ശാമുവൽ ചേട്ടൻ മരിച്ചു പോയിരുന്നു, പെണ്ണമ്പ ചേടത്തി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് പോയി ചേടത്തിയെ പോയി കണ്ടു. ഞാൻ ചോദിച്ചു, ചേടത്തി ലിസി എവിടെയാ? ചേടത്തി പറഞ്ഞു, കുഞ്ഞെ, നീ പോകുന്ന വഴിക്കാണ്, നീ നിർബന്ധമായിട്ടും അവളെ ഇറങ്ങി കാണണം. എപ്പോഴവൾ വന്നാലും നിന്നെ ചോദിക്കും. ഞാൻ ചോദിച്ചു, എവിടെയാ? എടാ പാമ്പനാറാണ്, പാമ്പനാട് നീ പോകുന്ന വഴിക്ക്. ഞാൻ ചോദിച്ചു, പാമ്പനാർ എവിടെ? എടാ റോഡ് സൈഡിലാ, നീ കാണാതെ പോകരുത്, അവൾ എപ്പോഴും നിന്നെ കാണണമെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് എന്ത് ചോദിക്കണം? ലിസിയുടെ വീട് എങ്ങനെ ചോദിക്കും? എടാ കുഞ്ഞെ, ആ സിറ്റിയിലിരിക്കുന്ന പാമ്പനാർ ടൗണിലിരിക്കുന്ന കള്ളിഷാപ്പുകാരനാണ് അവളെ കെട്ടിയിരിക്കുന്നത്, നീ അവിടെ കയറി കണ്ടിട്ട് പോകണമെന്ന്. എങ്ങനെയുണ്ട്? ആ അമ്മയുടെ നിഷ്കളങ്കത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഷാളുമൊക്കെ ഇട്ട് പാളയംപള്ളി ഇമാമായിരിക്കെ പാമ്പനാർ കള്ളിഷാപ്പിൽ പഴയ കളിക്കൂട്ടുകാരി ലിസിയെ കാണാൻ വേണ്ടി കയറിയിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ഉസ്താമാരൊക്കെ എന്നെ എന്ത് ചെയ്യുമായിരുന്നു, എന്തു പറയുമായിരുന്നു? അതാണ് നിഷ്കളങ്കത, കാപട്യമില്ലാത്ത ആ കാലഘട്ടം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ബാല്യകാലം, എൻ്റെ കൗമാരവും യൗവനവും ഒക്കെ ഒരു മതസ്പർദ്ധയില്ലാത്ത, വർഗീയതയില്ലാത്ത, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയെല്ലാം ഒന്നിച്ച് ജീവിച്ചിരുന്ന. ഇപ്പോൾ ഫാദർ പറഞ്ഞില്ലേ, പാകിസ്ഥാൻകാരനെ അടുത്തേക്ക് വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ. ഞങ്ങൾക്കിടയിൽ ഒരു മതിലുണ്ടായിരുന്നില്ല. അങ്ങനെ ജനിച്ചു വളർന്നവനാണ് ഞാനും ഒക്കെ. ഞങ്ങളുടെ ആ കാലഘട്ടത്തെ ഞാൻ അറിയാതെ സ്മരിച്ചു പോവുകയാണ്. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി മറിഞ്ഞാൽ
ഓടിവരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴി ഇടവഴി പലതില്ലാർന്നേ, നടവഴി ഇടവഴി പലതുണ്ടാർന്നേ, 4 മണി പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. ചക്കയും മാങ്ങയും കപ്പേലെല്ലാം ചെങ്ങാതിക്കും പങ്കുണ്ടാർന്നേ. എൻ വീട്ടിൽ രോഗം വന്നാൽ നിൻ വീട്ടുകാർ കാവലിരുന്നേ. സാരിയും വളയും കമ്മലുമെല്ലാം അന്യോന്യം നൽകിയിരുന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിലപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിലപ്പുറം അമ്പുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാടു മരിച്ചേ പോയോ? അത് വെറും ഒരു കനവായി തീർന്നോ? ആ കാലം തിരികെ തരുമോ? കൽക്കണ്ടം നുണയാൻ തരുമോ? ആ കാലം തിരികെ തരുമോ? കൽക്കണ്ടം നുണയാൻ തരുമോ? ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഹുദൈബിയ നൽകുന്ന സന്ദേശം അതാണ്. ആ കാലമൊന്ന് തിരിച്ചു തരുമോ? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ വർഗീയത കൊണ്ട് കണ്ണു കാണാതെ മനുഷ്യൻ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസൽമാൻ്റെ പള്ളിയുടെ അടിയിലെല്ലാം ഹൈന്ദവ സഹോദരങ്ങളുടെ വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും പ്രതിഷ്ഠകളും കണ്ടെടുത്ത് പള്ളികൾ പൊളിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടം. ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഹിന്ദുവെന്നും ലേബലിൽ മനുഷ്യനെ വേർതിരിച്ച ഒരു കാലഘട്ടം. ഞങ്ങളുടെ ആ കാലഘട്ടവും തിരിച്ചു തരുമോ? അതിനൊരു വലിയ മെസ്സേജാണിന്ന് ഹുദൈബിയ കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും ഇത്രയും വിദ്യാർത്ഥികൾ സനത് വാങ്ങി പണ്ഡിത ബിരുദം നേടി പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ലോകത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക് കൊടുക്കാനുള്ള ഈ സന്ദേശമാണ്. മനുഷ്യരെ, നമ്മളെല്ലാം ഒന്നാണ്. നമ്മുടെ എല്ലാം ഈശ്വരൻ ഒന്നാണ്. നിങ്ങൾ ഈശ്വര എന്ന് വിളിക്കുന്ന, അവർ കർത്താവെന്ന് വിളിക്കുന്ന, മറ്റുള്ളവർ പടച്ചവനെന്ന് വിളിക്കുന്ന ആ തമ്പുരാൻ ഒരൊറ്റ തമ്പുരാനാണ്. ആകാശത്തിൻ്റെ കിഴക്കു ഭാഗത്തൊരു ഈശ്വരൻ, ഹിന്ദുക്കളുടെ ദൈവം. സന്യാസിമാരുടെ, സ്വാമിമാരുടെ ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കുന്ന ഒരു ദൈവം. ആകാശത്തിൻ്റെ മധ്യഭാഗത്തൊരു കർത്താവ്, ക്രിസ്ത്യാനികളുടെയും അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും പള്ളികളുടെയും കാര്യം മാത്രം നോക്കുന്ന ഒരു ദൈവം. ആകാശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു ദൈവം, അള്ളാഹു, മുസ്ലിമീങ്ങളുടെയും മൗലവിമാരുടെയും പള്ളികളെയും മാത്രം നോക്കുന്നൊരു ദൈവം. ഈ സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാം അതിമനോഹരമായ ഏകദൈവ സിദ്ധാന്തത്തിൽ അടിയുറച്ച് യാതൊരു വിട്ടുവീഴ്ചയും പ്രഖ്യാപിക്കാത്ത മതമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവം. നിങ്ങൾ ഏത് പേരും വിളിച്ചോളൂ, ഈശ്വരാന്നോ, കർത്താവെന്നോ, യഹോവയെന്നോ, പടച്ചവനെന്നോ, ജഗദീശ്വരനെന്നോ, ഏത് പേരും വിളിച്ചോളൂ. ആ പേരുകൾ മുഴുവൻ ചെന്നെത്തുന്നത് ഒരേ ഒരു ശക്തിയിലാണ്. ജഗദീശ്യാമ രാത്രിയും ശശാങ്കതാരകങ്ങളും പകലുമർക്ക ബിംബവും നിറഞ്ഞ മേഘജാലവും ദൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പശലഭ വൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, സകല ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം. സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നീ, സകല ശക്തി നിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭോ. ഒരേ ഒരു ദൈവം, ആകാശത്തും ഭൂമിയിലും ഒരേ ഒരു ഈശ്വരൻ. നിങ്ങൾ എന്ത് പേരും വിളിച്ചോളൂ. അയ്യമ്മ തദ്ഉ ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഏത് പേരിലും വിളിച്ചോളൂ. ആ തമ്പുരാൻ ഒന്നാണ്. പാതിരാവിൽ കണ്ണീരൊഴുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ഫാദർ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം, ഉസ്താദന്മാർ തഹജ്ജുദ് നമസ്കരിച്ചിട്ട്
വിറങ്ങലിച്ച കൈകളോടുകൂടി അള്ളാഹുവേ എന്ന് വിളിക്കുന്ന ദൈവം, മണിയടിച്ച ഹിന്ദു സഹോദരൻ ദൈവമേ എന്ന് വിളിക്കുന്ന ആ വിളി, ഇതെല്ലാം കേൾക്കുന്നത് ഒരൊറ്റ കർണപുടത്തിലാണെന്ന് മനസ്സിലാക്കണം. ഒരൊറ്റ ദൈവം ഈ പ്രപഞ്ചത്തിന്. മതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഒന്ന്. ക്രിസ്തുമതത്തിൽ ബൈബിളിൽ എവിടെയെങ്കിലും അന്യനെ കൊല്ലണമെന്ന് പറയുന്ന ഒരു വചനം കാണിച്ചു തരാമോ? രാമായണത്തിലോ മഹാഭാരതത്തിലോ മറ്റുള്ളവൻ്റെ പണം മോഷ്ടിക്കണം, കട്ടെടുക്കണം, അയൽക്കാരൻ്റെ ഭാര്യയെ വ്യഭിചരിക്കണം, അയൽക്കാരനെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന സൂചനയെങ്കിലും കാട്ടിത്തരാമോ? പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരം! മറ്റുള്ളവരുടെ മുഴുവൻ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കണം, അർഹമായത് പൂർണ്ണമായിട്ടും അനുവദിച്ചു കൊടുക്കണം, ആരുടെയും സ്വാതന്ത്ര്യം ഹിംസിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ ഈ മതങ്ങൾക്ക് എവിടെയാണ് അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത്? യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അമുസ്ലിം സഹോദരങ്ങളെ, ലാ തഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങളുടെ ആരാധ്യൻ വേറെ, എൻ്റെ ആരാധ്യൻ വേറെ, നാം രണ്ടും വിളിക്കുന്ന പേരുകൾ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ആരാധനാ രീതികൾ വേറെ, എൻ്റെ ആരാധനാ രീതികളും കർമ്മങ്ങളും വേറെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീനി, എനിക്ക് എൻ്റെ മതം. നാം തമ്മിൽ സംഘട്ടനം വേണ്ട, നാം തമ്മിൽ കലാപം വേണ്ട, നാം തമ്മിൽ ഒരിക്കലും പരസ്പരം വഴക്കുണ്ടാക്കരുത്, സ്നേഹത്തോടെ കഴിയണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ. ഒരൊറ്റ ദൈവം, ഒരൊറ്റ മതം, മനുഷ്യൻ്റെ മുഴുവൻ അടിസ്ഥാനം ഒന്ന്. നാം എല്ലാം ഒറ്റ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിക്കപ്പെട്ട് വിശദീകരിക്കുന്നില്ല. എൻ്റെ ബ്ലഡ് ഒരുപക്ഷെ ഫാദറിന് പാകമാകും, ഫാദറിൻ്റെ ബ്ലഡ് സ്വാമിക്ക് ഒരു കുഴപ്പവുമില്ല. ഗ്രൂപ്പ് കറക്റ്റാണെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ബ്ലഡിലോ ഹൃദയത്തിലോ കിഡ്നിയിലോ ഒരു കുഴപ്പവുമില്ല. എല്ലാ അവയവങ്ങളും പരസ്പരം മാറിവെക്കാവുന്ന തരത്തിൽ ജഗതീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു.